മോളെ മോളെ സിന്ധു സിന്ധു. അപ്പൊ അവിടെ ഒച്ച കേട്ടതോ? അത് അവളെ കാണാനില്ലാന്ന് പറഞ്ഞ് നിന്റെ അമ്മ ബോധം കെട്ട് വീണ. വത്സലേ വത്സലേ, ശാന്തേ, അവള് ഇനി തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംഭവം മൊത്തം ചക്ക കുഴയുന്നല്ലോ കുഴപ്പമാ. അവിടെ മൊത്തം പ്രശ്നമാ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. നീ ഇവിടെ നിക്കേ. അവള് വരുവാണെങ്കിൽ അപ്പ എന്നെ വിളിച്ചോണം. ഓക്കെ? വേറെ കോള് വന്നാ പോയേക്കരുതേ. എന്നാലും ഞാനതല്ല ആലോചിക്കണേ, ഇവിടുന്ന് അവിടെ പോയി. എന്തായാലും നമ്മുടെ തലേന്ന് ഒഴിച്ചില്ലേ? എനിക്കതല്ല സംശയം. ആ വിഷം അതെവിടെ പോയിന്നാ? എടുത്ത്. ഹലോ ഹലോ, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇല്ല. എന്റെ പേര് പറഞ്ഞ ഒരു പക്ഷെ നിനക്ക് മനസ്സിലാവും. അശോകൻ, തൈക്കാട്ടിൽ അശോകൻ. എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുത്. എന്റെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് എനിക്ക് ബോധ്യമാകുമ്പോൾ ഞാൻ തിരിച്ചു വരും. എന്താണ് ഇവിടെ ഒരു ബഹളം ആൾക്കൂട്ടൊക്കെ ആ പാലത്തിനടുത്ത്? ഓ പഴയതുപോലെ തന്നെ ആരോ ഒരുത്തൻ ചാടിച്ചാവാൻ നിൽക്കുന്നു. എടാ സഞ്ജു, ഇവിടെ ഞാൻ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി നാടുവിടാൻ നോക്കുക. നീയാണെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റാത്തതിന് ചാവാനും നോക്കുന്നു. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കൂട്ടുകാർ തമ്മിൽ കണ്ട സീൻ കൊള്ളാം, അടിപൊളി. എടാ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവളില്ല എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എടാ നിനക്ക് അത്ര ചങ്കിക്കൊണ്ട പ്രണയം നിനക്ക് അവളെ വിളിച്ച് കെട്ടിച്ച് ഒരുമിച്ച് ജീവിച്ചൂടെ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, അവളെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വന്നാടാ. പക്ഷേ നാളെ അവളുടെയും കല്യാണമാണ്. കാശുള്ളതുകൊണ്ട് അവളുടെ വീട്ടുകാരൊക്കെ എൻ്റെ സപ്പോർട്ടാ. ഇപ്പോൾ അവളെ അയാൾ പൂട്ടിയിട്ടിരിക്കുക. എവിടെ? അയാളുടെ വീട്ടിൽ. അതെ, നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് അവളെ പൊക്കാൻ ഒന്നുകൂടി ശ്രമിച്ചാലോ? നടന്നില്ലെങ്കിൽ നീ പോയി ആത്മഹത്യ ചെയ്തോ? എന്തേ? ഇതിലേതാ നീ പറഞ്ഞ തെണ്ടി? അവൻ ഏതാ നടുക്കണ വെള്ളത്തണ്ടിയാണോ? ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ തന്നെ നിന്നോ, ഞാൻ ഇപ്പൊ വരാം. നാളെ 9:30 ഇറങ്ങും. ഇല്ല നീ നേരെ അങ്ങോട്ട് വാ. ഓക്കെ. എങ്ങോട്ടാ നീ? മാഡത്തിന് ഫുഡ് കൊണ്ടെടുക്കാൻ പോവാ. എന്താടാ അവിടെ? ആരാടാ നീ? ചേട്ടാ ഞാൻ ലൈറ്റ് ബോയ് ആണ്. ലൈറ്റ് ബോയ്ക്ക് എന്താടാ ഇവിടെ കാര്യം? അത് സാറ് മാഡത്തിന്റെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. എടാ സാറ് പറഞ്ഞാലും ആര് പറഞ്ഞാലും മാഡം ഈ വാതിലിന് പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കുന്നു എന്താ താക്കോലേ എന്റെ കയ്യിലാ. അതെ, ഞാൻ സഞ്ജുവിന്റെ ഫ്രണ്ടാ. നമുക്കിവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതൊക്കെ നമുക്ക് നോക്കാം. താനിപ്പോ നടക്ക്. ചേട്ടാ ഇവിടെ മതി. ഇവിടെ മതിയോ? ഇവിടെ വെട്ടം വെളിച്ചൊന്നും ഇല്ലല്ലേ? അല്ല, നമ്മുടെ ക്യാമറയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതിന് കുറച്ച് ലൈറ്റ് മതി. എങ്കിൽ തുടങ്ങിക്കൂ. ചേട്ടാ എനിക്കൊരു ഏണി കിട്ടൂ. ഏണിയോ? ഏണി എന്തിനാ? അല്ല, ഇതൊരു പ്രത്യേകതരം ഷോട്ടാണ്, എന്നാൽ അതിന്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. മനസ്സിലായി. വവ്വാൽ ഷോട്ടല്ലേ? ഇപ്പൊ കൊണ്ടുവരാം. വേഗം വരാം. ഇനി നമ്മൾ എന്ത് ചെയ്യും? എസ്കേപ്പ്.
അളിയ നീ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരുപക്ഷെ ഒന്ന് പോടാ. നീ തൽക്കാലം ഇവളെയും കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിച്ച് രക്ഷപ്പെടാൻ നോക്ക്. അല്ല നീ ഇവിടെ ബസ്സില് അതൊക്കെ ഞാൻ പറയാം. നീ ഇപ്പൊ ചെല്ല്, വേഗം ചെല്ല്. പെങ്ങളെ ഹാപ്പി മാരീഡ് ലൈഫ് ഇട്ടാ വരവ് വെച്ചിരിക്കണോ? എന്തായാലും വിട്ടോ, അല്ലെങ്കിൽ രാവണ വന്ന് സീത തട്ടിക്കൊണ്ടു. വിട്ടോ 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 വിട്ടോ. ഓക്കെ ബൈ. താങ്ക് യു. ബൈ. ബൈഡാ. ഇപ്പൊ നിനക്ക് പൂർണ്ണമായി മനസ്സിലായി കാണും ഞാൻ ആരാണെന്ന്. ഇനി നീ എനിക്കിട്ട് ചെയ്തേന് ഒരു മധുര പ്രതികാരം. എന്ത് പ്രതികാരം? നീ എന്റെ കല്യാണം കലക്കി എന്റെ പെണ്ണിനെ അടിച്ചോണ്ട് പോയില്ലേ, അതുപോലെ നിന്റെ പെണ്ണിനെ ആദ്യത് ഞാനാടാ പുല്ലേ. അതേ പണി എങ്ങനെയുണ്ട്? ഇനി നിന്റെ നെഞ്ചു പിളർക്കുന്ന ഒരു കാര്യം പറയട്ടെ. ഞാനേ അവളെ ബലാത്സംഗം ചെയ്തു. ഇനി ഞാൻ തന്നെ അവളെ കെട്ടൂടാ. എങ്ങനെയുണ്ടടാ എന്റെ പ്രതികാരം? ഈ അശോകന്റെ പ്രതികാരം കൊള്ളാണ്ണ, സൂപ്പർ പ്രതികാരം. അണ്ണന്റെ കുടുംബത്തിനെ ദൈവം രക്ഷിക്കണ. അണ്ണനെ ഒരിക്കലും ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കൂല അണ്ണ. അണ്ണനാണ് എന്റെ കുലദൈവം. ഓ, അപ്പൊ നീ എന്നെ കളിയാക്കാണല്ലേ? നിനക്ക് വിശ്വാസം പറ്റില്ല കേട്ടോ ഡാഡി. നിന്റെ മറ്റവനാ, അവന് വിശ്വാസമില്ലൊന്നും. നീ അവനോട് രണ്ടു വാക്ക് സംസാരിക്കും. സംസാരിക്കും. ഹലോ 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 ചേട്ടാ, ചേട്ടൻ എന്നെ മറക്കണം. തീർച്ചയായിട്ടും. നമ്മൾ തമ്മിലുള്ള ജീവിതം ദൈവം വിധിച്ചിട്ടില്ല ചേട്ടാ. ദൈവത്തിന് നന്ദി ചേട്ടാ. ചേട്ടാ എന്റെ മാനം പോയി ചേട്ടാ. ഏത് വർഷം? ചേട്ടന് എന്നെക്കാൾ നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. അവളെയും കെട്ടി ചേട്ടാ സുഖമായിട്ട് ജീവിക്കണം. ഓ, ജീവിച്ചോളാം. ഒരപേക്ഷയുണ്ട്. എനിക്ക് എന്റെ ചേട്ടനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. അവസാനത്തെ ആഗ്രഹം, പ്ലീസ്. കേൾക്ക്. അതെ, കുളിക്കാൻ ഒരു കുളം തേടി നടന്ന ആളാ ഞാൻ. കുളിക്കാൻ പോയതാ. ഒരു കടല് തന്നെയാ ദൈവം തന്നെ. അതായതേ നിന്നെക്കാള് 100 മടങ്ങ് കോടീശ്വരനാ. എന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ച് നടക്ക അയാള്. ആനയുടെ പുറത്ത് കൊതു കയറി കടിച്ച എന്താ സംഭവിക്കാൻ നീ മണ്ടനറിയോ? ഏതായാലും നീ ഇനി എന്നെ പേടിക്കണ്ട. നിന്നെ ശല്യപ്പെടുത്താൻ ഞാൻ ഇനി വരില്ല. താങ്ക് യു. ഞാൻ ഇവിടെ എങ്ങാനും ഇനി അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാം. ദൈവമേ, മനസ്സിലേ എടി, അവന് നല്ല വിഷമമുണ്ട്. ആ ശ്രീധര. ഗംഗാധര, മുഹൂർത്തത്തിന് സമയമായല്ലോ. അല്ല, നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? നീ എന്താ കൊച്ചെ കരയുന്നേ? അപ്പൊ താൻ വിവരൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ വരാനല്പം വൈകിയല്ലോ. എന്താ കാര്യം? ആ പെൺകുട്ടി വേറെ ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. അവളും എന്റെ മോനെ ചതിച്ചടോ. ദേ നിക്കണത് ഇപ്പൊ കണ്ടില്ലേ? ചെലവുണ്ട് കേട്ടോ പട്ടി. എന്റെ പൈസ മൊത്തം നിങ്ങൾ തീർത്തിലട പിണ്ടി. കാര്യം കഴിഞ്ഞപ്പോ കാലം മാറി പട്ടി. എല്ലാം ഓക്കെ ആയല്ലേ ചേട്ടാ? എന്റെ സിനിമയുടെ കാര്യം ഇത് എന്നൊരു സിനിമയുടെ കഥയിലാണ്. അത് പോരാ. ചേട്ടാ, ഈ ആഹാരമൊക്കെ എന്ത് ചെയ്യണം? ആഹാരം എന്റെ അണ്ണാക്കിൽ കൊണ്ടുപോയി വെട്ടി മൂടറോ. അത് നിൽക്കവിടെ. ഓ, ഉപയോഗിക്കാം. ഗംഗാധര, ഈ കല്യാണം നടക്കും. എങ്ങനെ? നിനക്ക് സമ്മതമാണെങ്കിൽ നീ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ കല്യാണം നടത്തും. അല്ലെങ്കിൽ ഞാൻ നടത്തിക്കും. എങ്ങനെ നടക്കുന്നു പറ ശ്രീധര. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്റെ മകളുടെ കഴുത്തിൽ നിന്റെ മകൻ താലി കെട്ടും. സമ്മതം, 100 വട്ടം സമ്മതം. എവിടെ നിന്റെ മകൾ? എവിടെ? വിളിക്ക്. അവളെ വിളിക്കാനൊന്നുമില്ല, അവൾ ഇവിടെ തന്നെ ഉണ്ട്. എവിടെ? ദോ അവിടെ. ഇത് മറ്റവളല്ലേ? മോളെ, ഇങ്ങ് വന്നേ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു.
എന്താ എനിക്ക് 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 ഇയാളെ ഇഷ്ടം. ഇവിടെ വലിയ ഡബർ വേണ്ട ഇന്നോട് ഈ ലോഡ്ജിന്റെ ഓർഡർ ഞാനാ. എളാപ്പൻ വലിയ ബിരിയാണി വിളിക്കണു. ബംഗാളി എളാപ്പൻ ചിക്കനാണെന്ന് പറഞ്ഞ് കോഴി വെച്ചേക്ക. അപ്പൊ ഇന്ന് വൈകുന്നേരത്ത് കമ്പനിക്ക് ടച്ച് ശരി പോയിട്ട് വാ. അവൾക്കാണോ? എന്തുവാ എന്നാലും എനിക്കതല്ല സംശയം. ആ വിഷം എങ്ങോട്ട് പോയെന്നുള്ളയാ. ശരി ദേ. എന്നാ അമ്മാവാ? ഹായ് അമ്മാവാ. സത്യം പറയടാ, ആ ജ്യൂസിനകത്ത് നീ എന്താ കലക്കിയത്? അയ്യോ, അത് ആരാ കുടിച്ചത്? എന്താ സംഭവിച്ചത്? ഒന്നും അറിഞ്ഞോണ്ടല്ല. ദൈവത്തോർത്ത് ആരോടും പറയരുതട്ടോ. എന്തുകൊണ്ടും ചെയ്യാം. നീ ഒന്നും ചെയ്യണ്ട, അത് കുടിച്ചത് ഞാനാ. എന്റെ ജീവിതത്തിൽ ഇന്നു വരെ ഇതേപോലുള്ള സാധനം ഞാൻ കഴിച്ചിട്ടില്ലടാ. ചത്തില്ലേ? അങ്ങനെ ഓരോ വഴിയില്ലല്ലോ. അണ്ണ നല്ല വീരം കൂടി വശ. ഒരു തുള്ളി അകത്തെ എന്നാ മതി, അപ്പ തട്ടിപ്പോകും. സൂക്ഷിക്കണേ. അതെ, നീ ഒന്നും ചെയ്യണ്ട. അത് ഏത് ബ്രാൻഡാന്നൊന്ന് പറഞ്ഞു തരുമോ പ്ലീസ്? ഒരു കന്യകയുടെ കന്യാകാത്വം കവർന്നെടുത്ത മഹാപാവിയാണ് ഞാൻ. എല്ലാം എന്റെ വിധിയാ. അല്ലെങ്കിൽ മനോട്ടനോടൊത്തൊരു മനോഹര ജീവിതം സ്വപ്നം കണ്ട് എനിക്ക് ഈ പാവത്തിന് പരിഹാരം ചെയ്യാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയും. ഞാൻ കിട്ടിയ താലി കാര്യാക്കണ്ട. കുട്ടിയുടെ ഇഷ്ടം അനുസരിച്ച പൊയ്ക്കോ. കുട്ടിയെ ഞാൻ തടയത്തില്ല. അത് വേണ്ട. ഞാനേ അന്തസ്സുള്ള തറവാട്ടിൽ പിറന്ന ആളാ. എന്റെ അമ്മ പഠിപ്പിച്ചിരിക്കുന്ന എന്താണെന്നറിയോ? എന്റെ ശരീരത്തിൽ ആദ്യമായിട്ട് തൊടുന്ന ആളായിരിക്കണം എന്റെ ഭർത്താവും കാണപ്പെട്ട ദൈവം എന്നാ. ആ വലിയ ഭാഗ്യം കിട്ടിയതേ ചേട്ടനാ. ശരിയാ, ഞാൻ എത്ര ഭാഗ്യവാനാ. അപ്പോ കുട്ടി എന്നോട് പൊറുത്തോ? ഞാൻ നിങ്ങളോട് മാത്രമേ പൊറുക്കൂ. കുട്ടി ചേട്ടാ. സിന്ധുവിനെ ഞാൻ സിദ്ധു എന്ന് വിളിച്ചോട്ടെ? ഞാൻ ഭയങ്കര സിദ്ധു ഫാനാ. ഈശ്വര, കുട്ടിക്ക് സിദ്ധുവിനെ ഇഷ്ടമല്ലേ? പിന്നെ എന്റെ കാണപ്പെട്ട ദൈവമല്ലേ സിദ്ധു. എന്റെ പൊന്നു സിദ്ധു. എന്തോ എൻ്റെ ആ ഭയ കാര്യങ്ങളൊക്കെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. പക്ഷെ ഇപ്പം ഞാൻ ഹാപ്പി ആട്ടോ. അതുകൊണ്ടല്ലേ എനിക്ക് തന്നെ കിട്ടിയത്. ഇപ്പൊ പേടിയുണ്ടോ? ഇപ്പം എനിക്ക് പേടിയൊന്നുമില്ല. എൻ്റെ ഇതിലുള്ള അനുഭവങ്ങളൊക്കെ എൻ്റെ പേടി മാറ്റി തന്നിട്ടുണ്ട്. എങ്കിൽ ഞാനൊരു ഉമ്മ തരട്ടെ? തരും. താടൂ. ശരിക്കും തരും. ഇങ്ങോട്ടോ. ഏ